നമസ്കാരം. വാർത്തകൾ വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ആഗോള അയ്യപ്പ സംഗമത്തിനൊരുങ്ങി പമ്പാതീരം. ശനിയാഴ്ച രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുമെന്ന് മന്ത്രി VN വാസവൻ. ചവറ പോലീസ് സ്റ്റേഷനിലും പോലീസിന്റെ ക്രൂരത. പരാതിക്കാരനായ CPM പ്രവർത്തകനെ 7ാം ക്ലാസ്സുകാരനായ മകന്റെ മുന്നിൽ വെച്ച് അസഭ്യം പറഞ്ഞ് പിടിച്ചു തള്ളി. CCTV ദൃശ്യങ്ങൾ പുറത്ത്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി. പുനലൂരിൽ 250 കോടി രൂപയുടെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി 5 ഘട്ടങ്ങളിലായി പദ്ധതി നടപ്പാക്കും. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നത്. മന്ത്രി V ശിവൻകുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം. നിയമസഭയിൽ സംസാരിക്കുന്നതിനിടെയാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. മന്ത്രിയെ ആശുപത്രിയിലേക്ക് മാറ്റി. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുമെന്ന് മന്ത്രി VN വാസവൻ. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അവസാനഘട്ട അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. ശനിയാഴ്ചയാണ് ആഗോള അയ്യപ്പ സംഗമം. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ശനിയാഴ്ച പമ്പാതീരത്ത് നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അവസാനഘട്ട അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുകയാണ് ലക്ഷ്യം. തീർത്ഥാടകരുടെ ആവശ്യം പരിഗണിച്ചാണ് അയ്യപ്പ സംഗമത്തിലേക്ക് സർക്കാരും ദേവസ്വം ബോർഡും എത്തിയത്. ശബരിമലയ്ക്കുള്ള വികസന കാഴ്ചപ്പാടും ഭാവിയിലെ മാറ്റങ്ങളും പങ്കുവയ്ക്കുകയാണ് ലക്ഷ്യം. ആദ്യം രജിസ്റ്റർ ചെയ്ത 3000 പേർക്കാണ് പ്രവേശനം. സെപ്റ്റംബർ 15 വരെ 4864 പേർ രജിസ്റ്റർ ചെയ്തു. മത സാമുദായിക സാംസ്കാരിക രംഗത്തുള്ള 500 പേർക്കും പ്രവേശനമുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തരം രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ നിർബന്ധിതമായ സാഹചര്യം ഇവിടെ വന്നു പോകുന്ന തീർത്ഥാടകരുടെ ഭാഗത്ത് മുന്നോട്ട് വന്ന ചില നിർദ്ദേശം. എല്ലാ വർഷവും തീർത്ഥാടന കാലഘട്ടത്തിൽ വിദേശത്ത് നിന്ന് ധാരാളം അയ്യപ്പഭക്തന്മാർ ഇവിടെ വരാറുണ്ട്. അങ്ങനെ വന്നിരുന്നവർ തന്നെ ഇതിന്റെ ഭാവിയിൽ കൂടുതൽ തീർത്ഥാടകർ എത്തിച്ചേരുമെന്നുള്ളതുകൊണ്ട് ഭാവിയിൽ ഉണ്ടാവേണ്ട മാറ്റങ്ങളും വികസന സങ്കല്പങ്ങളും സംബന്ധിച്ച് ചില ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ വേണ്ടിയാണ് അവരെന്ന നിർദ്ദേശങ്ങൾ സമാവേശിച്ചത്. അത് മുഴുവൻ പരിശോധിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത്തരമൊരു തീരുമാനമെടുത്തത്. ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ ദേവസ്വം വകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സഹായം അഭ്യർത്ഥിക്കുകയും ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് നിലവിൽ അത് എല്ലാ അർത്ഥത്തിലും അതിനെ സഹായിക്കാനുള്ള ധാർമ്മികവും നിയമപരമായ ഉത്തരവാദിത്വം ഗവൺമെന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഗവൺമെന്റ് കൃത്യമായി എല്ലാ സഹായങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് സംഘാടക സമിതിയുമായി സഹകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഭക്തരുടെ അഭിപ്രായം ശേഖരിക്കും. ഇതിനായി ചോദ്യാവലി പ്രതിനിധികൾക്ക് നൽകും. തീർത്ഥാടകരുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണും. ശബരിമല വിമാനത്താവളം, റെയിൽവേ ഉൾപ്പെടെ വൈകാതെ പൂർത്തിയാകും. ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം ക്ഷേത്രത്തിന്റെ പ്രശസ്തി ഉയർത്തുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. KU ജനീഷ് കുമാർ MLA, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം, നഗരസഭാ ചെയർപേഴ്സൺ T സക്കീർ ഹുസൈൻ, ADGP S ശ്രീജിത്ത്, റവന്യൂ ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യം, പത്തനംതിട്ട, കോട്ടയം ജില്ലാ കളക്ടർമാരായ S പ്രേംകൃഷ്ണൻ, ചേതൻകുമാർ മീണ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫോറം കൊല്ലം ജില്ലാ സമ്മേളനം നടത്തി. കൊല്ലത്ത് നടന്ന സമ്മേളനം KSFE ചെയർമാൻ K വരദരാജൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫോറം കൊല്ലം ജില്ലാ സമ്മേളനം കൊല്ലം CITU ഹാളിൽ സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി R ശശികുമാർ റിപ്പോർട്ടും ട്രഷറർ M ബാലഗോപാൽ കണക്കും അവതരിപ്പിച്ചു. KSFE ചെയർമാൻ K വരദരാജൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആളുകളെ സ്ഥാപനത്തിൽ കൊണ്ടു നിറയ്ക്കണമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഞാൻ തന്നെ നോക്കുമ്പോൾ ഞാൻ KSFE ചെല്ലുമ്പോൾ ഏതാണ്ട് 10,000-ഓളം ആളുകൾ അവിടെ കോൺട്രാക്ട് വർക്കായി ഒരു രേഖയില്ലാതെ ജോലി ചെയ്യുന്നത്. രേഖയൊന്നുമില്ല. അവരിങ്ങനെ വരുന്നു, ജോലി ചെയ്യുന്നു, വൗച്ചർ കൊടുക്കുന്നു, വൗച്ചർ മുഖാന്തരം വിവരം കൊടുക്കുകയൊക്കെ ചെയ്യുക. ഇതിൽ ഒരു തരത്തിലുള്ള നിയമവ്യവസ്ഥകളൊന്നുമില്ല. അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ 4 വർഷക്കാലത്തിനുള്ളിൽ 4800 ആളുകളെയാണ് KSFE PSC മുഖാന്തരം നിയമിച്ചത്. അവർ ഒഴിവാക്കിയിട്ട് പകരം PSC ഹാൻഡിനെ നിയമിച്ചു. ആകെ 900 ജീവനക്കാരുള്ളതിൽ പകുതി ആളുകൾ ഞാൻ
ചെയർമാനായി വന്നതിന് ശേഷമുള്ള കാലയളവിൽ നിയമിച്ചതാണ്. ഒറ്റ വേക്കൻസി ഇല്ലാതെ നിയമനം നടന്നു. അപ്പോൾ തന്നെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. 9 ബോർഡുകളിലേക്ക് കോർപ്പറേഷനുകളിലേക്കുള്ള ഒന്നിച്ചുള്ള റാങ്ക് ലിസ്റ്റാണ്. ആർക്കും മറ്റൊരു ബോർഡിൽ കോർപ്പറേഷനിൽ ജോലി വേണ്ട. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടെ കിട്ടുന്ന സേവന വേതന വ്യവസ്ഥകളുടെ 4-5 ഇരട്ടി KSF ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ KSF നിയമനം നടത്തുന്നത്. ഇപ്പോൾ ബാക്കിയുള്ളിടത്തെല്ലാം ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമാണ്, കേരളത്തിൽ മാത്രമാണ് അങ്ങനെ കോൺട്രാക്ട് നിയമനങ്ങളെ പ്രോത്സാഹിപ്പിക്കാത്തത്. പക്ഷേ സംസ്ഥാനത്തും പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ആ പ്രവണത ശക്തിപ്പെട്ടു വരികയാണ്. ജില്ലാ പ്രസിഡന്റ് ഡി ജോൺ അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, പെൻഷൻ സംവിധാനം ബാങ്കുകളിൽ വന്നതിന് ശേഷം ഈ പെൻഷൻ സംവിധാനം കാലാകാലങ്ങളിൽ പരിഷ്കരിക്കേണ്ടതാണ് എന്ന രീതിയിലൊരു ആവശ്യം ഏതെങ്കിലും സംഘടന ഏകീകരണത്തിന് മുമ്പ് ഉന്നയിച്ചതായി നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഈ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സങ്കുചിതമായ എന്ന് നമ്മൾ പറയുന്നില്ല, എന്തായിക്കോട്ടെ, അവർക്ക് അവരുടേതായ അജണ്ടകൾ ഉണ്ടായിരുന്നു. ആ അജണ്ടയിൽപ്പെട്ട ഒരു വിഷയമായിരുന്നില്ല ഈ പെൻഷൻ പരിഷ്കരണത്തിൽ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ പെൻഷൻ പരിഷ്കരണം അടക്കമുള്ള മെഡിക്കൽ സംവിധാനത്തിലെ മെഡിക്കൽ ഇൻഷുറൻസ് സംവിധാനത്തിലെ അപാകതകൾ അടക്കമുള്ള കമ്മ്യൂട്ടേഷൻ പദ്ധതിയിലെ അപാകതകൾ അടക്കമുള്ള ആശ്രിത നിയമനത്തിൽ വരുന്ന സാങ്കേതികമായ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പഠിക്കുകയും അത് സംബന്ധിച്ച് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും ആ നിലപാടുകൾക്കനുസരിച്ച് പ്രവർത്തന പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കേരള ഹെൽത്ത് സർവീസ് ഫോറം ഈ മേഖലയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. AKBRF സംസ്ഥാന പ്രസിഡന്റ് എൻ സുമേഷ് മുഖ്യപ്രഭാഷണം നടത്തി. CP രാധാകൃഷ്ണൻ, KB ശിവാനന്ദൻ, K പ്രവീൽകുമാർ എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനായി വൻ സൗകര്യങ്ങളാണ് പമ്പയിൽ ഒരുക്കുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നടത്തിപ്പ് ചുമതല. 7 കോടി രൂപയോളമാണ് സംഗമത്തിന് ചിലവ് പ്രതീക്ഷിക്കുന്നത്. സമ്മേളനത്തിന്റെ പ്രധാന പന്തൽ രാമമൂർത്തി മണ്ഡപം ഇരുന്ന ഭാഗത്ത് 30,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് നിർമ്മിക്കുന്നത്. കൂടാതെ മറ്റ് 2 പന്തലുകൾ കൂടിയുണ്ട്. പന്തലിന് മുകളിൽ ചൂടിനെ പൂർണ്ണമായും പ്രതിരോധിക്കുന്ന ഷീറ്റുകളാണ് വിരിച്ചിട്ടുള്ളത്. തറയിൽ പ്ലൈവുഡ് പാളികൾ പാകും. എല്ലാ പന്തലുകളും പൂർണ്ണമായും ശീതീകരിച്ചിട്ടുണ്ട്. VIP-കളെ സ്വീകരിക്കാൻ പ്രത്യേക ലോഞ്ച്, കോൺഫറൻസ് ഹാളുകൾ, ഡൈനിങ് ഹാൾ, വിശ്രമമുറികൾ, എക്സിബിഷൻ ഹാൾ തുടങ്ങി അത്യാഡംബരപൂർണ്ണമായ സംഘാടനമാണ് ആഗോള അയ്യപ്പ സംഗമത്തിനായി നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ CT സ്കാനിംഗ് ഉടൻ പുനരാരംഭിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സണും ആശുപത്രി സൂപ്രണ്ടും അറിയിച്ചു. തകരാറിലായ യന്ത്രഭാഗങ്ങൾ സിംഗപ്പൂരിൽ നിന്നുമാണ് എത്തേണ്ടത്. ഇതിനുള്ള കാലതാമസമാണ് തകരാർ പരിഹരിക്കുന്നത് വൈകാൻ കാരണമായത്. പൂർണ്ണമായും ഇറക്കുമതി ചെയ്ത യന്ത്രമായതുകൊണ്ടാണ് യന്ത്രഭാഗങ്ങൾ ഇന്ത്യയിൽ ലഭ്യമല്ലാത്തതെന്നും ഇവർ വ്യക്തമാക്കി. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ തകരാറിലായ CT സ്കാൻ യന്ത്രം ഉടൻ പ്രവർത്തിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ K പുഷ്പലതയും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KR സുനിൽകുമാറും അറിയിച്ചു. സ്വകാര്യ ലാബുകളെ അപേക്ഷിച്ച് തുച്ഛമായ തുകയാണ് ആശുപത്രിയിൽ സ്കാനിങ്ങിന് ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പുനലൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾ സ്കാനിങ്ങിനായി താലൂക്ക് ആശുപത്രിയെയാണ് ആശ്രയിക്കുന്നത്. യന്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്യൂബിനും ബോർഡിനുമാണ് തകരാറുണ്ടായത്. ഈ യന്ത്രഭാഗങ്ങൾക്ക് മാത്രമായി 1 കോടി രൂപ ചെലവ് വരും. വാർഷിക മെയിന്റനൻസ് കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളതിനാൽ സൗജന്യമായി ഇത് മാറ്റി ലഭിക്കും. പൂർണ്ണമായും ഇറക്കുമതി ചെയ്ത യന്ത്രമാണിത്. അതുകൊണ്ട് തന്നെ യന്ത്രഭാഗങ്ങളൊന്നും തന്നെ ഇന്ത്യയിൽ ലഭ്യമല്ല. ട്യൂബ് ലഭിക്കേണ്ടത് സിംഗപ്പൂരിൽ നിന്നാണ്. യന്ത്രം തകരാറിലായുടൻ വാർഷിക മെയിന്റനൻസ് കരാർ നൽകിയിട്ടുള്ള കമ്പനിയെ അറിയിച്ചിരുന്നു. ഈ ആഴ്ചയുടെ അവസാനം യന്ത്രഭാഗങ്ങൾ സിംഗപ്പൂരിൽ നിന്നും എത്തും. വരുന്ന ആഴ്ചയിൽ ട്യൂബും ബോർഡും മാറ്റിവെച്ച് സ്കാനിംഗ് യന്ത്രം പ്രവർത്തിപ്പിക്കാൻ കഴിയും. സ്വാഭാവികമായി യന്ത്രങ്ങൾക്കുണ്ടാകുന്ന തകരാർ മാത്രമാണ് ഇവിടെയും ഉണ്ടായത്. യന്ത്രഭാഗങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടതിനാൽ ഉണ്ടായ താമസം മാത്രമാണ് തകരാർ പരിഹരിക്കാൻ വൈകുന്നതിന് കാരണമായത്. വസ്തുതകൾ ഇതാണെന്നും കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആശുപത്രി അധികൃതരെയും നഗരസഭാധികാരികളെയും കുറ്റപ്പെടുത്തുന്നവരെ തിരിച്ചറിയണമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രായത്തിന്റെ അവശത മറന്നും അവർ കാണികൾക്ക് മുന്നിൽ പരിപാടികളുമായി നിറഞ്ഞു നിന്നു. 60 കഴിഞ്ഞവർക്ക് പ്രായത്തിന്റെ അവശതകൾ മറന്ന് ആഘോഷിക്കുക എന്ന ലക്ഷ്യവുമായി സംഘടിപ്പിച്ച വയോജന കലോത്സവത്തിലാണ് വയോധികർ പ്രായം മറന്ന് കലാപരിപാടികൾ അവതരിപ്പിച്ചത്. ശാസ്താംകോട്ടയിലായിരുന്നു കൊട്ടും പാട്ടും എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചത്. 60കളെ യൗവനമാക്കി അവർ ആഘോഷിക്കുകയായിരുന്നു. പാട്ടുപാടിയും നാടൻപാട്ട് അവതരിപ്പിച്ചും നൃത്തം ചെയ്തും അവർ തങ്ങളുടെ പ്രായത്തിന്റെ അവശതകളെ മറികടന്നു. ശാസ്താംകോട്ടയിൽ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച വയോധികർക്കായുള്ള കലോത്സവം കൊട്ടും പാട്ടുമാണ്
വ്യത്യസ്തമായ പരിപാടികളിൽ കാണികൾക്ക് അത്ഭുതകരമായി മാറിയത്. പ്രായത്തിന്റെ അവശതകൾ മറന്ന് 60 വയസ്സ് കഴിഞ്ഞവർ വേദിയിലെത്തിയപ്പോൾ അവർ യൗവനയുക്തരായി മാറുന്നതാണ് കണ്ടത്. ശാസ്താംകോട്ട ബ്ലോക്ക് പരിധിയിലെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് പ്രായത്തിന്റെ അവശതകൾ മറന്ന് ആഘോഷിക്കുക എന്ന ലക്ഷ്യവുമായാണ് കൊട്ടും പാട്ടും പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർമാൻ കെ സോമപ്രസാദ് വയോജന കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇനി വരുന്നവർക്ക് വേണ്ടി മുൻഗാമികളാവാനാണ് ഞങ്ങളുടെ നിയോഗം. അത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അതിന്റെ ചെയർപേഴ്സൺ എന്നുള്ള നിലയിലിരിക്കുന്നു. കാരണം നമ്മുടെ ഇവിടെ സന്നിഹിതനായിട്ടുള്ള നമ്പൂതിരി സാറിനെ പോലെ തന്നെ വളരെ ഈ രംഗത്ത് പരിണിതപ്രജരായിട്ടുള്ള ദശാബ്ദങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ആളുകളാണ് ഈ കമ്മീഷന്റെ മറ്റ് പല അംഗങ്ങളും എന്നുള്ളതുകൊണ്ട് നല്ല മിഷൻ ഈ കമ്മീഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കമ്മീഷൻ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ കഴിയും. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി പുഷ്പകുമാരി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി ഉണ്ണികൃഷ്ണൻ, ബിനു മംഗലത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എസ് ഷീജ, വി രതീഷ്, സനൽകുമാർ, പോരുവഴി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേഷ് വരവിള തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ന് ഇവിടെ നടന്നത് രാവിലെ തൊട്ട് സ്പോർട്സിന്റെ ഇനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതേക്കാളേറെ മനുഷ്യ മനസ്സുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഗീതത്തിന്റെയും നൃത്തച്ചുവടുകളുടെയും താരാട്ടുപാട്ടിന്റെയും ശീലുകൾ കേട്ടുകൊണ്ടാണ് ഞാനിവിടെ ഇത്ര സമയം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പുനലൂർ നഗരസഭയ്ക്കായി വിഭാവനം ചെയ്ത 250 കോടി രൂപയുടെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി 5 ഘട്ടങ്ങളായി നടപ്പാക്കും. നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പാക്കുന്നത്. ആദ്യഘട്ടമായി 40 കോടി രൂപയുടെ പ്രവൃത്തിക്ക് സംസ്ഥാന അമൃത് മിഷൻ ഡയറക്ടറേറ്റിൽ നിന്നും ഉടൻ ഭരണാനുമതി ലഭിക്കും. പുനലൂർ മൈലക്കൽ വാർഡിൽ കല്ലടയാറ്റിലെ ചെങ്കുളം പാറക്കടവിൽ 5.33 കോടി രൂപ വിനിയോഗിച്ച് 9 മീറ്റർ വ്യാസമുള്ള കിണറും പമ്പ് ഹൗസും നിർമ്മിക്കുക. വട്ടപ്പടയിൽ 23.74 കോടി രൂപ ചെലവഴിച്ച് ശുദ്ധീകരണശാല നിർമ്മിക്കും. പമ്പ് ഹൗസിൽ നിന്നും ശുദ്ധീകരണശാലയിലേക്ക് 11.65 കോടി രൂപ വിനിയോഗിച്ച് 500 മില്ലിമീറ്റർ ഡക്ടൈൽ അയൺ കുഴലുകൾ സ്ഥാപിക്കും. ഈ പ്രവൃത്തികളാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. പമ്പ് ഹൗസിനും ശുദ്ധീകരണശാലയ്ക്കും പുറമെ 6ഓളം ഭൂതല ഉപരിതല സംഭരണികളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിദിനം 14.3 ദശലക്ഷം ലിറ്റർ വെള്ളം പദ്ധതി വഴി വിതരണം ചെയ്യാമെന്നാണ് പ്രതീക്ഷ. നഗരസഭയിലെ 35 വാർഡുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിന് 7 വർഷം മുമ്പ് തയ്യാറാക്കിയ സമഗ്ര പദ്ധതിയാണിത്. പക്ഷേ വിവിധ കാരണങ്ങളാൽ ഇത് നടപ്പായില്ല. കഴിഞ്ഞ വർഷം ജൂലൈയിൽ അടങ്കൽ പുതുക്കി PS ബാലമ്മയുടെ നേതൃത്വത്തിൽ വീണ്ടും സർക്കാരിനും അമൃത് ഡയറക്ടറേറ്റിനും സമർപ്പിക്കുകയായിരുന്നു. ഒറ്റത്തവണയായി പദ്ധതി തുക അനുവദിക്കാൻ കഴിയാത്തതിനാൽ 5 ഘട്ടങ്ങളായി പ്രവൃത്തികൾ നടപ്പാക്കാൻ അമൃത് ജില്ലാതല അവലോകന യോഗത്തിലാണ് തീരുമാനമെടുത്തത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികം പ്രമാണിച്ച് 2 മാസം മുമ്പ് കൊല്ലത്ത് നടന്ന മുഖാമുഖത്തിൽ നഗരസഭ നേരിടുന്ന കുടിവെള്ളക്ഷാമം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെന്നും ഇതേ തുടർന്നാണ് ആദ്യഘട്ടമായി 40 കോടി രൂപ അനുവദിച്ചതെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തിരുവോണം മെമ്പർ ലോട്ടറി ടിക്കറ്റിന് വൻ ഡിമാൻഡ്. 57 ലക്ഷത്തോളം ബമ്പറാണ് നിലവിൽ വിറ്റത്. പാലക്കാട് ജില്ലയാണ് ടിക്കറ്റ് വിൽപ്പനയിൽ മുന്നിൽ. ഈ മാസം 27-നാണ് ഓണം മെമ്പർ നറുക്കെടുപ്പ്. നിങ്ങളുടെ മനസ്സുകളിൽ അലിഞ്ഞു ചേരട്ടെ. കഴിഞ്ഞുപോയ കാലങ്ങൾ ഇനിയും വരാ. ലോട്ടറി കടകളിൽ വലിയ ഡിമാൻഡാണ് ഓണം ബമ്പർ ഭാഗ്യക്കുറിക്ക്. കേരള സർക്കാരിന്റെ തിരുവോണം ബമ്പർ വാങ്ങാൻ കേരള തമിഴ്നാട് അതിർത്തികളിലും നല്ല തിരക്കാണ്. പാലക്കാട് ജില്ലയിലെ വാളയാറിലാണ് തമിഴ്നാട്ടിൽ നിന്നും കൂടുതൽ പേർ ടിക്കറ്റ് വാങ്ങാനായി എത്തുന്നത്. 57 ലക്ഷത്തോളം തിരുവോണം ബമ്പറാണ് നിലവിൽ വിറ്റത്. 11 ലക്ഷം ടിക്കറ്റുകൾ പാലക്കാട് ജില്ലയിൽ മാത്രം വിറ്റുപോയിട്ടുണ്ട്. 1ാം സമ്മാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഓരോ ആളുകളും ടിക്കറ്റ് എടുക്കുന്നു. 500 രൂപയാണ് ലോട്ടറി ടിക്കറ്റിന്റെ വില. 25 കോടി കരസ്ഥമാക്കുന്ന ഭാഗ്യവാൻ ആരാണെന്നറിയാൻ സെപ്റ്റംബർ 27 വരെ കാത്തിരിക്കണം. 2ാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്കും, 3ാം സമ്മാനമായി 50 ലക്ഷം രൂപ വീതം 20 പേർക്കും, 4ാം സമ്മാനമായി 5 ലക്ഷം വീതം 10 പരമ്പരകൾക്കും, 5ാം സമ്മാനമായി 2 ലക്ഷം വീതം 10 പരമ്പരകൾക്കും നൽകുന്നു. കൂടാതെ 5000 മുതൽ 500 രൂപ വരെ സമ്മാനമായി നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സൗത്ത് വിഷൻ. മരാമത്ത് വകുപ്പ് പൈതൃക സ്മാരകമായി നിലനിർത്തിയിട്ടുള്ള പുനലൂരിന്റെ അതിഥി മന്ദിരം മുസാവരി ബംഗ്ലാവിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി മാസങ്ങളായിട്ടും തുറന്നു കൊടുക്കുന്നതിന് നടപടിയായില്ല. നിലവിലെ അതിഥി മന്ദിരത്തിൽ മിക്ക ദിവസങ്ങളിലും മുറി ലഭിക്കാൻ പ്രയാസമാണ്.
അതിനാൽ മുസാവരി ബംഗ്ലാവ് കൂടി തുറന്നാൽ കൂടുതൽ ആളുകളെ താമസിപ്പിക്കാനാകും. മരാമത്ത് വകുപ്പ് പൈതൃക സ്മാരകമായി നിലനിർത്തിയിട്ടുള്ള പുനലൂരിന്റെ അടയാളം കൂടിയായ അതിഥി മന്ദിരം മുസാവരി ബംഗ്ലാവിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി മാസങ്ങളായിട്ടും തുറന്നു കൊടുക്കുന്നതിന് നടപടിയായില്ല. നിലവിലെ അതിഥി മന്ദിരത്തിൽ മിക്ക ദിവസങ്ങളിലും മുറി ലഭിക്കാൻ പ്രയാസമാണ്. അതിനാൽ മുസാവരി ബംഗ്ലാവ് കൂടി തുറന്നാൽ കൂടുതൽ ആളുകളെ താമസിപ്പിക്കാനാകും. കൊല്ലം തിരുമംഗലം ദേശീയപാതയുടെ വശത്ത് പുനലൂർ TB ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന 1.5 നൂറ്റാണ്ടോളം പഴക്കമുള്ള കെട്ടിടമാണ് അറ്റകുറ്റപ്പണി നടത്തി നവീകരിച്ചത്. മൂവാറ്റുപുഴ പുനലൂർ സംസ്ഥാന ഹൈവേ സമ്പൂർണ്ണമായി കമ്മീഷൻ ചെയ്യുന്നതോടെ TB ജംഗ്ഷൻ കൂടുതൽ തന്ത്രപ്രധാനമായ മേഖലയായി മാറും. ഇതിനോട് ചേർന്നുണ്ടായിരുന്ന മറ്റൊരു പഴയ കെട്ടിടം പൊളിച്ചു നീക്കി കൂടുതൽ സൗകര്യങ്ങളോടെ പുതിയ മന്ദിരം നിർമ്മിച്ചിരുന്നു. ഇതാണ് ഇപ്പോൾ അതിഥി മന്ദിരമായി ഉപയോഗിക്കുന്നത്. എന്നാൽ മുസാവരി ബംഗ്ലാവ് പൊളിക്കാതെ പൈതൃക സ്മാരകമെന്ന നിലയിൽ നിലനിർത്തുകയായിരുന്നു. കോവിഡ് കാലത്ത് ദീർഘകാലം അടച്ചിട്ടതിനെ തുടർന്നാണ് കെട്ടിടം നശിച്ചത്. 20 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് 5 മാസത്തിലാണ് നവീകരണം പൂർത്തിയാക്കിയത്. ഫർണിച്ചർ കൂടി എത്തിക്കഴിഞ്ഞാൽ മന്ദിരം താമസത്തിന് നൽകി തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നടപടിയായിട്ടില്ല. മേൽക്കൂരയിലെ പൊട്ടിയ ഓടുകൾ മുഴുവനായി മാറ്റിയിട്ടുണ്ട്. ചോർച്ച തടയാൻ മേൽക്കൂരയിൽ GI പൈപ്പുകൾ ഘടിപ്പിച്ച് അലുമിനിയം ഷീറ്റ് പാകി. ദ്രവിച്ച പലകകൾ മാറ്റി സ്ഥാപിച്ചു. നിലത്ത് ടൈൽ പാകി. ശുചിമുറികൾ നവീകരിച്ചു. കെട്ടിടം ചായം പൂശി. കട്ടിലുകളടക്കം മന്ദിരത്തിലെ ഫർണിച്ചറുകൾ കാലപ്പഴക്കത്താൽ നശിച്ചതിനാൽ പുതിയവ ലഭ്യമാക്കും. 2.5 ലക്ഷം രൂപ അനുവദിക്കണമെന്ന് കാണിച്ച് അധികൃതർ മരാമത്ത് വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട്. അറ്റകുറ്റപ്പണിക്കായി PS സുബാൽ MLA മുൻകൈയെടുത്ത് മരാമത്ത് വകുപ്പിൽ നിന്നും 24.6 ലക്ഷം രൂപ അനുവദിപ്പിച്ചിരുന്നു. തിരുവിതാംകൂർ രാജഭരണം നിലനിന്നിരുന്ന കാലത്ത് നിർമ്മിച്ചതാണ് കെട്ടിടം. 145 വർഷം പഴക്കമുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആഗോള അയ്യപ്പ സംഗമത്തിനൊരുങ്ങി പമ്പാ തീരം. ശനിയാഴ്ച രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. 3000 പ്രതിനിധികൾ പങ്കെടുക്കും. സംഗമത്തിൽ 3 സമാന്തര സെക്ഷനുകളായി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പാ തീരം തയ്യാറായി. ശനിയാഴ്ച രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിക്കും. പമ്പ മണപ്പുറത്തെ 43,000 ചതുരശ്ര അടിയുള്ള പ്രധാന വേദിയിലാണ് ഉദ്ഘാടന സമാപന സമ്മേളനങ്ങൾ നടക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 3000 പ്രതിനിധികൾക്ക് ഇവിടെ ഇരിപ്പിടമൊരുക്കും. സംഗമത്തിൽ 3 സമാന്തര സെഷനുകളാണ് നടക്കുന്നത്. ഓരോ സെഷനും ശബരിമലയുടെ വികസനത്തിലെ പ്രധാന വിഷയങ്ങളെ കേന്ദ്രീകരിച്ചാകും. ആദ്യ സെഷൻ ശബരിമല മാസ്റ്റർ പ്ലാനിനെ കുറിച്ചാണ്. ഹൈ പവർ കമ്മിറ്റി അംഗങ്ങൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ, നയരൂപീകരണ വിദഗ്ധർ തുടങ്ങിയവർ ഇതിൽ പങ്കെടുക്കും. അടിസ്ഥാന സൗകര്യ വികസനം, പരിസ്ഥിതി സംരക്ഷണം, തീർത്ഥാടകരുടെ ക്ഷേമം തുടങ്ങി ദീർഘകാല പദ്ധതികളെക്കുറിച്ച് സെഷനിൽ ചർച്ച ചെയ്യും. രണ്ടാമത്തെ സെഷൻ ആത്മീയ ടൂറിസം സർക്യൂട്ടുകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. കേരളത്തിലെ മറ്റ് സാംസ്കാരിക ആത്മീയ കേന്ദ്രങ്ങളുമായി ശബരിമലയെ എങ്ങനെ ബന്ധിപ്പിക്കാം എന്ന് ഇതിൽ ചർച്ച ചെയ്യും. മൂന്നാമത്തെ സെഷൻ ശബരിമലയിലെ തിരക്ക് നിയന്ത്രണവും സജ്ജീകരണങ്ങളും എന്ന വിഷയമാണ്. പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥർ, ആരോഗ്യ വിദഗ്ധർ, സാങ്കേതിക പങ്കാളികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ശനിയാഴ്ച രാവിലെ 6-ന് പ്രതിനിധികളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും. രാവിലെ 9 മുതൽ 11 വരെ ഉദ്ഘാടന സമ്മേളനം. തുടർന്നാണ് സമാന്തര സെഷനുകൾ. ഉച്ചഭക്ഷണത്തിന് ശേഷം ഗായകൻ വിജയ് യേശുദാസ് നയിക്കുന്ന സംഗീത പരിപാടി. വൈകിട്ട് 3:20-ന് ചർച്ചകളുടെ സമാഹരണം, തുടർന്ന് സമാപന സമ്മേളനം എന്നിവയും നടക്കും. പ്രതിനിധികൾക്ക് ശബരിമല ദർശനത്തിനും അവസരമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ചവറ പോലീസ് സ്റ്റേഷനിലും പോലീസിന്റെ ക്രൂരത. പരാതിക്കാരനായ CPM പ്രവർത്തകനെ 7ാം ക്ലാസ്സുകാരനായ മകന്റെ മുന്നിൽ വെച്ച് പോലീസ് അസഭ്യം പറയുകയും പിടിച്ചു തള്ളുകയും ചെയ്തു. CCTV ദൃശ്യങ്ങൾ പുറത്ത്. ചവറ സ്വദേശി അഡ്വക്കേറ്റ് ക്ലർക്കായ ബേബിയോടാണ് വിമൽകുമാർ എന്ന പോലീസുകാരന്റെ ക്രൂരത. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും ചവറ ശങ്കരമംഗലം സ്വദേശി ബേബി പരാതി നൽകി. പരാതിക്കാരനായ CPM പ്രവർത്തകനെ 7ാം ക്ലാസ്സുകാരനായ മകന്റെ മുന്നിൽ വെച്ചാണ് പോലീസ് അസഭ്യം പറയുകയും പിടിച്ചു തള്ളുകയും ചെയ്തത്. ചവറ പോലീസ് സ്റ്റേഷനിലാണ് ക്രൂരത അരങ്ങേറിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ചവറ സ്വദേശി അഡ്വക്കേറ്റ് ക്ലർക്കായ ബേബിയോടാണ് വിമൽകുമാർ എന്ന പോലീസുകാരൻ ഇത്തരത്തിൽ പെരുമാറിയത്. 7ാം ക്ലാസ്സുകാരന് മറ്റൊരു കുട്ടി അശ്ലീല വീഡിയോ കാണിച്ചു കൊടുത്തെന്ന പരാതിയിലാണ് ചർച്ചയ്ക്കായി വിളിച്ചു വരുത്തിയത്.
ഇതിനുശേഷമാണ് ബേബിയെ വിമൽകുമാർ അസഭ്യം പറയുകയും കോളറിന് പിടിച്ചു വലിച്ച് ലോക്കപ്പിന് മുന്നിലേക്ക് തള്ളിമാറ്റുകയും ചെയ്തത്. ബേബിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി ASP അന്വേഷിച്ചെങ്കിലും കാര്യമായ നടപടികൾ ഉണ്ടായില്ല. മകന്റെ മുന്നിൽ വെച്ച് തന്നോട് ഇങ്ങനെ പെരുമാറിയത് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നാണ് ബേബി പറയുന്നത്. പോലീസ് തള്ളിയിട്ടു. ഇത് കണ്ട മകൻ മാനസിക ബുദ്ധിമുട്ടിലായെന്നും ബേബി പറഞ്ഞു. സംഭവത്തിൽ ബേബി DGPക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ. മന്ത്രി B. ശിവൻകുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം. നിയമസഭയിൽ സംസാരിക്കുന്നതിനിടെയാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. മന്ത്രിയെ ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വ്യവസായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഒരു നിലപാടിനും ഗവൺമെന്റ് കൂട്ടുനിൽക്കുന്ന പ്രശ്നമേയില്ല. ശ്രീ പി രാജീവ്, ശ്രീ അദ്ദേഹത്തെ ഒന്ന് മാറ്റി, നിങ്ങൾ ആരെങ്കിലും ഒന്ന് എടുത്താൽ മതി. അല്ല, അദ്ദേഹം പോയി റെസ്റ്റ് ചെയ്തോട്ടെ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ആൻസർ. അതെ, കൂടി നിൽക്കണ്ട, എല്ലാവരും കൂടി നിൽക്കണ്ട. നിയമസഭയിൽ സംസാരിക്കുന്നതിനിടെ മന്ത്രി V. ശിവൻകുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം. രക്തസമ്മർദ്ദത്തിൽ വ്യതിയാനമുണ്ടാവുകയായിരുന്നുവെന്നാണ് വിവരം. നിയമസഭയിൽ ചോദ്യോത്തരവേളയിലാണ് മന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. തൊഴിലാളി പക്ഷ നിലപാട് മാത്രമേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുക്കുന്നതിന് വേണ്ടി സാധിക്കുള്ളൂ. എന്നാൽ വ്യവസായത്തിനും വേണ്ട രൂപത്തിലുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. വ്യവസായ രംഗത്തും നമ്മൾ നല്ല നിലയിലുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ട്. വ്യവസായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഒരു നിലപാടിനും ഗവൺമെന്റ് കൂട്ടുനിൽക്കുന്ന പ്രശ്നമേയില്ല. ശ്രീ പി രാജീവ്, ശ്രീ അദ്ദേഹത്തെ ഒന്ന് മാറ്റി, നിങ്ങൾ ആരെങ്കിലും ഒന്ന് എടുത്താൽ മതി. അല്ല, അദ്ദേഹം പോയി റെസ്റ്റ് ചെയ്തോട്ടെ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ആൻസർ. അതെ, കൂടി നിൽക്കണ്ട, എല്ലാവരും കൂടി നിൽക്കണ്ട. അദ്ദേഹത്തെ ശ്രീ V. ജോയ് ഒന്ന് അദ്ദേഹത്തെ ഒന്ന് റെസ്റ്റ് ചെയ്തോട്ടെ. വേറെ ആരെങ്കിലും ആൻസർ ചെയ്തോളും. ഉടനെ പരിശോധനയ്ക്കായി മന്ത്രിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തുടർന്ന് ശിവൻകുട്ടിക്ക് പകരം മന്ത്രി MB രാജേഷാണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. അഞ്ചൽ പഞ്ചായത്തിലെ ചൂരക്കുളം 13-ാം വാർഡിൽ കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങളുടെ സമ്പാദ്യവുമായി പ്രസിഡന്റ് മുങ്ങിയതായി പരാതി. 7 ലക്ഷം രൂപയുമായി മുങ്ങിയെന്ന് കാട്ടി കുടുംബശ്രീ പ്രവർത്തകർ അഞ്ചൽ പോലീസിൽ പരാതി നൽകി. സാമ്പത്തിക രജിസ്റ്ററും ഇവർ കൊണ്ടുപോയതിനാൽ കമ്മിറ്റി കൂടാൻ കഴിയുന്നില്ലെന്നും കുടുംബശ്രീ അംഗങ്ങൾ പറഞ്ഞു. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ചൂരക്കുളം 13-ാം വാർഡിലെ പൗർണമി കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങളാണ് പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത്. അംഗങ്ങളുടെ 7 ലക്ഷം രൂപ യൂണിറ്റ് പ്രസിഡന്റ് തട്ടിയെടുത്ത ശേഷം നാടുവിട്ടതായാണ് കുടുംബശ്രീ പ്രവർത്തകർ പറയുന്നത്. 10 രൂപ വെച്ചാ തുടങ്ങിയത്. 25-27 വർഷം വരെ ആയി കേട്ടോ. അത് ഇത്രയും നാളും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയത് ഇങ്ങനെയും പറ്റിച്ചോണ്ട് പോകുമെന്ന് നമ്മൾ അറിഞ്ഞില്ല. നമ്മളെ ഗ്രൂപ്പ് നല്ല ഗ്രൂപ്പായിരുന്നു. ഒരിക്കലും ആരും പൈസ അടയ്ക്കാതിരുന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്തോ വേണ്ടുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പൊ അടച്ച പൈസ ബുക്ക് വേണം. നമ്മൾ അത് ഞങ്ങളെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട്, അതായത് ഞങ്ങൾ 10 രൂപ വെച്ച് ലോൺ അടയ്ക്കാൻ തുടങ്ങിയതായിരുന്നു. ഇപ്പൊ ഞങ്ങൾ അടയ്ക്കുന്നത് 100 രൂപ വെച്ച. ആ സമ്പാദ്യവും ലിങ്കേജ് ലോണും മൊത്തത്തിൽ ഞങ്ങളെ പാടെ നശിപ്പിച്ച് ബുക്കുകളും എല്ലാം ഞങ്ങൾക്ക് ഇനി ഗ്രൂപ്പിൽ കൂടാൻ ഒക്കാത്ത രീതിയിൽ എല്ലാം കൊണ്ട് നാട് വിട്ടു പോയിരിക്കുക. അതായത് 2 മക്കളും ഭർത്താവും മോളി എന്നറിയപ്പെടുന്ന പത്മജ. പിന്നെ ഞങ്ങളിത് പുറത്ത് പറഞ്ഞാലും വീട്ടിൽ പറഞ്ഞാലും വീട്ടിലുള്ളവരെ ശിക്ഷയും കൂടെ ഞാൻ അനുഭവിക്കണം. അതുകൊണ്ട് അത് പറയാതിരിക്കുക. കോടതി പോയാലും ശിക്ഷ അനുഭവിക്കണ്ടല്ലോ, വീട്ടിലുള്ളവരുടെ ശിക്ഷ അനുഭവിക്കണ്ടല്ലോ. അങ്ങനെ ഞാനങ്ങ് അനങ്ങാതിരിക്കുക. പിന്നെ ഞങ്ങളെ പറ്റിച്ച് 1 മാസത്തെ ലിങ്കേജ് 51,000 രൂപ അവൾ എടുത്തിട്ട് ആ 51,000 രൂപയ്ക്ക് ഒരു കള്ള സ്ലിപ്പ് ഞങ്ങൾക്ക് കൊണ്ടു തന്നു. ഇതെല്ലാം ഇവൾ പോയതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ പലതരത്തിലും ഞങ്ങളെ വഞ്ചിച്ച് അംഗങ്ങളുടെ വ്യാജ ഒപ്പിട്ടാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. സംഭവത്തിൽ അഞ്ചൽ പോലീസിൽ പരാതി നൽകി. 13 അംഗങ്ങളടങ്ങുന്ന സംഘമാണ് പൗർണമി കുടുംബശ്രീ യൂണിറ്റ്. സാമ്പത്തിക രജിസ്റ്ററും ഇവർ കൊണ്ടുപോയതിനാൽ കമ്മിറ്റി കൂടാൻ പോലും കഴിയുന്നില്ലെന്ന് അംഗങ്ങൾ പറയുന്നു. അവരെ പത്മജയെ കാണാതെ പോയിരിക്കുകയാണ്. നമ്മുടെ ബുക്കുകൾ എല്ലാവരുടെ കയ്യിലാണ്. പിന്നെ നമുക്ക് സംഘം കൂടാനോ ബാങ്കുമായിട്ട് ഇടപെടാനോ ഒന്നും പറ്റാതെ ഇപ്പം നമ്മളിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ ബുക്കാണ് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത്. എവിടെ പോയെന്നോ എന്തുവാന്നോ ഒന്നും നമുക്കറിയാൻ പറ്റും. കുടുംബശ്രീയിലെ പ്രസിഡന്റ് മോളി എന്ന് പറയുന്ന പത്മജ കുടുംബശ്രീയിൽ നിന്നും 7 ലക്ഷം രൂപയും അതിന്റെ ബുക്കുകളും ഞങ്ങളുടെ ബുക്കുകളും എല്ലാം കൊണ്ട് മുങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് കമ്മിറ്റി കൂടാനോ ബാങ്കുമായിട്ട് ബന്ധപ്പെടാനോ ഒന്നും സാധിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ ക്രോസിംഗ് സുഗമമാക്കുന്നതിന് ഒരു പ്ലാറ്റ്ഫോം കൂടി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി. നിലവിൽ ഒരു ട്രാക്ക് ഭൂരിഭാഗം ദിവസങ്ങളിലും ഉപയോഗിക്കാതെ കിടക്കുകയാണ്. വർഷാവർഷം ഇവിടെ മെറ്റൽ എത്തിച്ച് ട്രാക്കിൽ മെറ്റൽ പാക്കിംഗ് നടത്തുന്നതിന് കൊണ്ടുപോകാറുണ്ട്. ഇതിനായി പ്രത്യേക വാഗണുകളും എത്തും. ഈ ആവശ്യത്തിനായി പ്രത്യേക ട്രാക്ക് നിർമ്മിക്കാമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നിലവിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ട്രാക്ക് കൂടി ഉൾപ്പെടുത്തി കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പോലെ 1A പ്ലാറ്റ്ഫോം സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ഇപ്പോൾ 4 ട്രെയിനുകളാണ് പുനലൂരിൽ സർവീസ് അവസാനിപ്പിക്കുന്നത്.
പകൽ സമയങ്ങളിൽ 18 മണിക്കൂറോളം പുനലൂർ റെയിൽവേ സ്റ്റേഷന്റെ 2ാം പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ ഉണ്ടാകും. അതിനാൽ പുനലൂരിൽ ഇപ്പോൾ കൃത്യമായി ക്രോസിംഗ് നടത്താൻ സാധിക്കാത്ത സ്ഥിതിയുണ്ട്. ഇത് ഈ പാത വഴിയുള്ള ട്രെയിൻ ഗതാഗതത്തെ ബാധിക്കുന്നുണ്ട്. ഇതൊഴിവാക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ നിലവിലുള്ള ബെല്ലാസ്റ്റ് ട്രെയിൻ ട്രാക്ക് 1A പ്ലാറ്റ്ഫോമായി മാറ്റണം എന്നാണ് ആവശ്യം. ഇങ്ങനെ പ്ലാറ്റ്ഫോം മാറ്റിയാൽ പുനലൂരിൽ സർവീസ് അവസാനിപ്പിക്കുന്ന ട്രെയിനുകൾ ഈ പ്ലാറ്റ്ഫോമിൽ നിർത്താൻ കഴിയും. 1, 2 പ്ലാറ്റ്ഫോമുകൾ പുനലൂർ വഴി കടന്നുപോകുന്ന ട്രെയിനുകൾക്കായി ഉപയോഗിക്കാനും കഴിയും. പുനലൂർ ഭഗവതിപുരം പാതയിൽ ട്രെയിനിന്റെ പിന്നിൽ ഘടിപ്പിക്കുന്ന ബങ്കർ എഞ്ചിനുകൾ ഇപ്പോൾ പ്രധാന ലൈനുകളിലാണ് പിടിച്ചിടുന്നത്. ഇതൊഴിവാക്കി ബങ്കർ എഞ്ചിനുകൾ പിടിച്ചിടാൻ പ്രത്യേക ട്രാക്കുകൾ സ്ഥാപിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള അയ്യപ്പ സംഗമത്തിനൊരുങ്ങി പമ്പാതീരം. ശനിയാഴ്ച രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുമെന്ന് മന്ത്രി VN വാസവൻ. ചവറ പോലീസ് സ്റ്റേഷനിലും പോലീസിന്റെ ക്രൂരത. പരാതിക്കാരനായ CPM പ്രവർത്തകനെ 7ാം ക്ലാസ്സുകാരനായ മകന്റെ മുന്നിൽ വെച്ച് അസഭ്യം പറഞ്ഞ് പിടിച്ചു തള്ളി. CCTV ദൃശ്യങ്ങൾ പുറത്ത്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി. പുനലൂരിൽ 250 കോടി രൂപയുടെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി. 5 ഘട്ടങ്ങളിലായി പദ്ധതി നടപ്പാക്കും. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നത്. മന്ത്രി V ശിവൻകുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം. നിയമസഭയിൽ സംസാരിക്കുന്നതിനിടെയാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. മന്ത്രിയെ ആശുപത്രിയിലേക്ക് മാറ്റി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.